അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമായിട്ടാണ് വിദ്യാലോകം. ഒരു നൊസ്റ്റാൾജിക് വിൻറ്റേജ് എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. 1950, 60, 70 ആ കാലഘട്ടത്തിലുള്ള ആ ഒരു വൈബുള്ള, അത്രയും പഴക്കമുള്ള ആ ഒരു സ്ഥലങ്ങളും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള പ്ലേസുകളും നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ്. പണ്ട് കാലങ്ങളിൽ എന്തൊക്കെയാണോ ഒരുക്കിയിട്ടുള്ളത്, പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു പുതിയ തലമുറക്ക് കാണാൻ ഭാഗ്യമില്ലാതെ പോയിട്ടുള്ളതെല്ലാം നമുക്ക് ഈ വിദ്യാലോകത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ പണ്ടത്തെ പെരുമ്പിലാവ് ചന്ത, പണ്ടത്തെ ഒരുപാട് സിനിമകൾ, ജയൻ്റെയും ഷീലാമ്മയുടെയൊക്കെ ഫിലിമിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ബാനറുകൾ, പണ്ടത്തെ തിയേറ്ററുകൾ, ആ ഒരു ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പൂക്കളും മരങ്ങളും, പിന്നെ നമ്മളിങ്ങനെ കാണാൻ പറ്റും കുറേ പുക പോകുന്നത് പോലെ. പക്ഷെ അത് പുകയല്ല, അവർ വെള്ളം കൊണ്ട് ഒരു കുഞ്ഞു പൈപ്പിൽ കൂടെ എല്ലാ സ്ഥലത്തേക്കും വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് പുക രീതിയിലാണ് ഇവിടെ വരുന്നത്. ഫുൾ കളർഫുള്ളായിട്ടുള്ള, പണ്ട് ജയൻ്റെ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യില്ല, അതുപോലെയുള്ള അടിപൊളി പ്ലേസാണിത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആരും വന്ന് കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, മക്കൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പ്രായമായിട്ടുള്ള ഒരുപാട് കപ്പിൾസൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ ഒരു ടീ ഷോപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക, ഭഗവതി വിലാസം എന്നാണ്. ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബ്, പിന്നെ കാപ്പി, ചായ, പുട്ട്, പൂരി മസാല. പക്ഷേ അതൊരു ലിസ്റ്റ് മാത്രം കേട്ടോ. ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടില്ല. പണ്ട് കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്, ആ ഒരു പിന്നെന്താ പറയുക, റേറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബോർഡ് ഉണ്ടാവില്ലേ പണ്ടത്തെ ഷോപ്പിലൊക്കെ, പണ്ടത്തെ ഹോട്ടലിൽ, അതാണ് അവരിവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര വെറൈറ്റി ഫുഡുകളാണ്. പിന്നെ നമ്മൾക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. അത്രയ്ക്കും ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ക്യാബിനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രൈവസി ഉണ്ടാവും, ഒരു ക്യാബിൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. ഇതാണ് അവരുടെ കിച്ചൺ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയേണ്ടത്, എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും വെറൈറ്റി. പക്ഷേ ഞങ്ങൾ കൂടുതൽ ഫുഡൊന്നും ഇവിടുന്ന് കഴിച്ചിട്ടില്ല. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇത് നെയ്പത്തിരി, ഇത് പാലപ്പം, പിന്നെ ചുട്ടപത്തിരി എന്ന് പറയുമ്പോൾ പത്തിരിൻ്റെ മുകളിൽ പാലൊഴിച്ചിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചിക്കൻ്റെ തോരനാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എന്താണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളതെന്ന് നോക്കാം, കുറച്ച് ഫുഡ് മാത്രമേ വാങ്ങി കഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫുഡിന്. അപ്പോൾ നിങ്ങൾ വരുമ്പം കുറച്ച് ക്യാഷ് കയ്യിൽ കരുതിക്കോളൂ. റേറ്റ് കുറഞ്ഞ ഐറ്റംസും ഉണ്ട് കേട്ടോ. അതായത് ചിക്കൻ, മട്ടൻ, ബീഫ്, അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ പത്തിരി, പാലപ്പം, ചുട്ടപത്തിരി, അതിനൊന്നും അത്ര റേറ്റ് ഇല്ല. കറി ഐറ്റംസ്, തോരൻ ഐറ്റംസ്, ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ പണ്ടത്തെ തിയേറ്റർ വരുന്നത്. ഇവിടെ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്ന ഭാഗമൊക്കെയാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ നസീർ, ജയൻ അവരുടെയൊക്കെ പിക്ചറുണ്ട്. പണ്ടത്തെ തിയേറ്റർ കാണാത്ത ആൾക്കാർക്ക് ഇത് കാണാം. നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ ഔഷധശാല, പണ്ടത്തെ മൈക്ക്, ഇതൊക്കെ കാണാത്ത ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഏറ്റവും ഭാഗ്യം തന്നെയാണ്. ഈ തിയേറ്ററിലൊക്കെ ആയിരിക്കും പണ്ടുള്ള ആൾക്കാരൊക്കെ ₹1.50 ടിക്കറ്റിൻ്റെ ഫെയർ വരുന്നത്. പിന്നെ ഈ പുക വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു വൈബ് തോന്നുന്നത്. അപ്പോൾ അത് പുകയല്ല, വെള്ളം കൊണ്ട് നമ്മൾ അതുവഴി നടക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം സ്പ്രെഡാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അതൊരു അത്ഭുത ലോകം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നല്ല രസമാണ്. പിന്നെ ഈ ഒരു കിണർ കണ്ടോ, പണ്ട് കാലഘട്ടത്തിൽ ഒരു 50, 60 ആ ഒരു ഇയറിലൊക്കെ ഉള്ള കിണറാണിത്. കിണറിൻ്റെ മുകളിലുള്ള ഒരു എന്താ പറയുക, പറയാനറിയില്ല, ആ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇത് ലൊക്കേഷൻ വരുന്നത് പെരുമ്പിലാവാണ്. തൃശ്ശൂരേക്ക് പോകുന്നവർക്കാണെങ്കിലും കോഴിക്കോട് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്.
അപ്പോൾ ഈ ഒരു അത്ഭുത ലോകത്തേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല വൈബുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് നോക്കുക, അപ്പോഴാണ് ആ ഒരു വൈബ് മനസ്സിലാവുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.